ഞാനിപ്പോഴുള്ളത് മൈസൂർ ഒരു സീഷൽ ആർട്ട് മ്യൂസിയം ഉണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. കാണിച്ചു തരാം, നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. സീഷല്ല് മാത്രം ഉണ്ടാക്കിയ ആർട്ട് മ്യൂസിയം. ഇതെല്ലാം സീഷല്ല് എന്ന് വെച്ചാൽ കടലിൽ നിന്ന് കിട്ടുന്ന ഷെല്ലുകളാണ്. അതുകൊണ്ട് മാത്രമായിട്ടുണ്ടാക്കിയ ഒരു മ്യൂസിയമാണ്. അതുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു മ്യൂസിയം കാണുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉള്ളിൽ. ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് കാണാൻ പറ്റിയെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇനി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഉള്ളിലേക്ക്. സെൽഫി പോയിന്റ് ആണ്. ഇതാണ് ലാഫിംഗ് ബുദ്ധ. ഫുള്ള് ഷെല്ലിലുണ്ടാക്കിയത്. എല്ലാം ക്രിയേറ്റ് ചെയ്തതാണ് ഷെല്ലിൽ. ഇത് ശ്രീ ഗണേശ എന്ന ഷെല്ലിൽ ഉണ്ടാക്കിയതാണ്. ഒരുപാട് തരം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷെല്ലാണ്. ഇത് മൈസൂർ സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ചർച്ച്. അതിൻ്റെ ഷെല്ലിൻ്റെ രൂപം ഉണ്ടാക്കിയതാണ്. നന്നായിട്ടുണ്ട്, കുറച്ച് വലുതാണ്. ഒരുപാട് ഹെവി വർക്കാണ്, കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരുപാട്. കാരണം ഫുള്ള് ഷെല്ല് കളക്ട് ചെയ്തിട്ട് ചെയ്തതാണ്. പൂജാ വിളക്ക് ഷെല്ലിലുണ്ടാക്കി. ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ഷീഷെല്ലിലുണ്ടാക്കിയ സ്കൾപ്ചറാണ് ശ്രീ ഗണേശൻ്റെ. ഏകദേശം 11 അടി ഹൈറ്റും 8 അടി വീതിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ശിവ ടെമ്പിളാണ്. അതിൻ്റെ കൂടെ പ്രീസ്റ്റിനും കൂടെ അതിൽ സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ദീപ ആൻഡ് ദ ലാംപ് ബിയറർ. 14 അടിയാണ് ടോള്, 13 അടി വീതിയും. ശ്രീ ഗണേശൻ്റെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള സ്കൾപ്ചർ. ഇതെല്ലാം ഈ സ്കൾപ്ചറെല്ലാം കുറേ അവതാരങ്ങളെ കാണിക്കുന്നത്. ദശാവതാര, ലക്ഷ്മി നാരായണ, പരശുരാമ അവതാര, പിന്നെ രാമാവതാര, കൃഷ്ണാവതാര, ശ്രീ ബുദ്ധാവതാര, കൽക്കി അവതാര, അങ്ങനെ ഒരുപാട് അവതാരങ്ങളുടെ സ്റ്റാച്ചു. എല്ലാം ഷെല്ലിൻ്റെ അത്ഭുതങ്ങളാണ്. ഇത് താജ്മഹലിൻ്റെ ടോട്ടൽ രൂപമാണ്. ഏകദേശം 9.5 അടി വീതിയിലും 13 അടി ഹൈറ്റിലുമാണ് ഉണ്ടാക്കിയത്. ഓരോന്നോരോന്ന് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോഴിങ്ങനെ പിന്നെ ഇതിൻ്റെ എക്സിബിഷൻ കം സെയിലെല്ലാം ഉണ്ട് ഇവിടെ. ഇതുകൊണ്ട് റിലേറ്റഡ് സാധനങ്ങളുണ്ട്.
ഇതെല്ലാം സെയിൽസ് ഐറ്റംസാണ്. ഷെല്ലിലുണ്ടാക്കി കീ ചെയിന് 20 റുപ്പീസാ 20 റുപ്യ ഇപ്പത്താ